ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളിൽ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് നിങ്ങളറിയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ടാരോ തരുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ടാരോ ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്? യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഒരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല, കലക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ്സും ആണ്. ഓക്കെ, ഏത് സമയത്താണോ കാണുന്നത് അത് ആ ഒരു സമയം മുതലായിരിക്കും റെസനേറ്റ് ആവുന്നത്. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കുക. അത് ആരുടെ അടുത്തുനിന്ന് എടുത്തു കഴിഞ്ഞാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമ്പോൾ ഈ ഒരു ജനറൽ ഗൈഡൻസ് കണ്ടുകൊണ്ട് ഡിസിഷൻ എടുക്കാതിരിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ അതിനായിട്ട് ഈ ഒരു ചാനൽ അല്ല വേറൊരു ചാനലായാലും പോയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, എന്താണ് ഗൈഡൻസ് എന്ന് നോക്കാം. കാർഡുകൾ എന്താണ് വരുന്നത് നോക്കാം. അപ്ലൈ ആണ്. ബി പോസിറ്റീവ്, ബി പോസിറ്റീവ്. എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നോക്കാം. ഇതാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഗൈഡൻസ്. കാർഡുകൾ ഷഫിൾ ചെയ്യാണ്. എന്താണ് ഗൈഡൻസ്? കാർഡുകൾ എന്താണെന്ന് നോക്കാം. ഹെറോഫന്റ്, എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്, ജഡ്ജ്മെന്റ്, ഫൈവ് ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് കപ്സ്, ഡെത്ത് ആൻഡ് റീബർത്ത്, Queen of Wands, Two of Swords, ബോട്ടം ഡെക്ക് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. കാർഡുകൾ ഒന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോകാം. വന്നിരിക്കുന്ന കാർഡുകൾ ഹെറോഫന്റ്, എയ്റ്റ് ഓഫ് പെന്റക്കിൾ, ജഡ്ജ്മെന്റ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, ഫൈവ് ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് കപ്സ്, ഡെത്ത് ആൻഡ് റീബർത്ത്, ടു ഓഫ് സോർഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് ബോട്ടം ഡെക്കായി വന്നിരിക്കുന്നത്. ഹെറോഫന്റ് നോക്കാം. ഹെറോഫന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗൈഡിനെ, മെൻറ്ററിനെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു ചാൻസാണ് ഇവിടെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെൻറ്റർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു ദിവസമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതായിട്ടും, അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ കാര്യം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം, അവരെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ സഹായിക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു ഇതുകൊണ്ട്, അതായത് നിങ്ങളെ ഗൈഡായിട്ട് കണ്ടിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡിനെ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മെൻറ്റർ കിട്ടുന്നതായിരിക്കാം, നിങ്ങൾ ഗൈഡൻസ് എടുക്കുന്നതായിരിക്കാം. അതുപോലെ തന്നെ ട്രഡീഷണലി ആയിട്ടുള്ള കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യത എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. ഒരു ആത്മീയ, എല്ലാ കാര്യത്തിലും ഒരു ട്രഡീഷണൽ വേ, ഒരു ആത്മീയത നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എനർജിയും കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് നിങ്ങൾ ഫോർഗീവ് ചെയ്യുന്നതായിട്ടും, അതുപോലെ തന്നെ മറ്റുള്ളവരോട് വളരെയധികം മേഴ്സിയോടുകൂടി, നിങ്ങൾ കരുണയോടും ദയോടുകൂടിയും പെരുമാറുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ്. ചിലപ്പോൾ ചിലരിലേക്ക് ഒരു കോഴ്സ് വരുന്നതായിട്ടും, ഇപ്പോൾ ടാരോ പഠിക്കുന്നതോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള യോഗ, അങ്ങനെയുള്ള നാച്ചുറോപ്പതി, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്ന രീതിയിലുള്ളൊരു എനർജിയും കൂടെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഹീറോഫൻറ്റിൻ്റെ കാർഡ്. എല്ലാം നിങ്ങൾ സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ട്രഡീഷണൽ ആയിട്ടുള്ള വേ ഫോളോ ചെയ്യുന്നു. അടുത്തത് എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ എയ്റ്റ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ ഒരു മാസ്റ്ററി എടുക്കുന്നു, നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട്, നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു കണ്ടിന്യൂറ്റി ഫോളോ ചെയ്യുന്നു, ഹാർഡ് വർക്ക് ചെയ്യുന്നു, സ്കിൽ ഡെവലപ്പ് ചെയ്യുന്നു, റിപ്പീറ്റേറ്റീവായിട്ടുള്ള ഒരേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം ഇത് നിങ്ങളിലേക്ക് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതിൽ നിന്നും അതിൽ ഒരു മാസ്റ്ററി എടുക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നു, അതിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ വളരെയധികം പാഷനേറ്റ് ആയിരിക്കും. നിങ്ങൾ ഉള്ള ഒരു സ്കില്ല് നിങ്ങൾ കൂടുതൽ
ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നതുമായിരിക്കാം. റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു മാനിഫെസ്റ്റ് ചെയ്ത കാര്യം അതിൻ്റെ ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നു, അതിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നു. പണത്തിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതായിട്ടും ആ ഒരു ടാസ്കിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ളൊരു എനർജി കൂടെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അതുപോലെ ചില വ്യക്തികൾ ബിസിനസ്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുന്നതായിട്ടും ഇവിടെ കാണുന്നു. അടുത്തത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ഇവിടെ അതുപോലെ തന്നെ അതായത് നിങ്ങൾ പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ട്രഡീഷണൽ വേ ഫോളോ ചെയ്യാൻ ഏതൊരു കാര്യത്തിലും സമൂഹത്തിന് ഉതകുന്നതായിട്ടുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതുകൂടി ഉണ്ട് കേട്ടോ. ഹെയർ ഓഫിൻ്റെ ഒരു വാണിംഗ് എന്നുള്ള തരത്തിലും കൂടിയാണ്. അതായത് സമൂഹത്തിലേക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഹെയർ ഓഫിൻ്റെ കാണിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. പണം പെട്ടെന്ന് ഇരട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഇതിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴൊക്കെ പണത്തിൻ്റെ കാര്യം നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളൊരു എനർജി കൂടി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹെയർ ഓഫിൽ ഒന്നും കൂടെ പറയാനുണ്ട്. അതായത് നിങ്ങൾ ഓൺലൈനായിട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് പറ്റിക്കപ്പെടാതിരിക്കാൻ ഫീസ് അടച്ചിട്ട് ചിലപ്പോൾ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കിട്ടാതിരിക്കുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ഉള്ള ചാൻസ് ഉണ്ട്. പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളൊരു എനർജി കൂടിയുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ വളരെയധികം ആലോചിച്ചിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക, മുന്നോട്ടേക്ക് പോവുക. അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യത്തിലായാലും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ പറ്റിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക, അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. പെട്ടെന്ന് ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതിലൊക്കെ പോയി വേണ്ടാത്ത കാര്യങ്ങളൊന്നും പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അടുത്തത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തുന്നതായിട്ടും നിങ്ങളിലേക്ക് ഒരു വ്യക്തത, ഇതുവരെ നിങ്ങൾക്ക് ഒരു വ്യക്തത ഇല്ലെങ്കിൽ അതിലേക്ക് ഒരു വ്യക്തത, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാവാതെ നിന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു വ്യക്തത, ഒരു അവേക്കനിങ് വരുന്നു. പലർക്കും സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവേക്കനിങ്ങും ഒരു റീകോളിങ്ങും കൂടിയാണ്, ഒരു റീബർത്തും കൂടിയാണ് ഇവിടെ വരുന്നത്. പുതിയൊരു ജന്മം, ഇതുവരെയുള്ളത് ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ജന്മം. അതായത് യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. പഴയത് മറന്നിട്ട് പുതിയൊരു ജീവിതം നിങ്ങൾ കൊണ്ടുപോകാനും ആ പഴയതിലെ എനർജിയൊക്കെ മാറ്റിയിട്ടും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ തൊഴിൽപരമായിട്ട് നിങ്ങളൊരു ലക്ഷ്യം കണ്ടെത്തുന്നതായിട്ടും അതിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും, ധനപരമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പല സാധനങ്ങളും വാങ്ങാൻ തോന്നാനുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വേണമോ വേണ്ടയോ എന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. ഓൺലൈനിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. വേണമോ എന്ന് ചിന്തിച്ചിട്ട് മാത്രം നിങ്ങളത് വാങ്ങുക. റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ഉള്ള ഒരു ബന്ധം നിങ്ങൾ പുതിയ തലത്തിലേക്ക് മാറ്റുന്നു. ഇതുവരെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതിൽ നിന്ന് മാറി പുതിയൊരു തലത്തിലേക്ക് നിങ്ങളതിനെ കൊണ്ടുപോകുന്നു. മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ കുറ്റപ്പെടുത്താനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അവരുടെ കുറ്റം വിളിച്ചു പറയാൻ, ഒരു എന്താ പറയുക, കുറ്റം എടുത്തെടുത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡൻസി, വിളിച്ചു പറയാമെന്ന് പറയില്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ, അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനൊന്നും നിങ്ങൾ നിൽക്കണ്ട. കാരണം അത് ഒരു കർമ്മയായിട്ട് വരും. അതുകൊണ്ട് അതിനൊന്നും നിൽക്കണ്ട എന്നുള്ള വിമർശന സ്വഭാവം, എല്ലാത്തിനും ഒരു വിമർശന രീതിയിൽ കാണാനും പാർട്ട്ണറെ കുറ്റപ്പെടുത്താനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. പിന്നെ ചിലർക്കൊക്കെ എന്തെങ്കിലും നേർച്ച അല്ലെങ്കിൽ വഴിപാടുകൾ ബാക്കിയുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാറുണ്ട്. അതിനൊന്ന് ഓർമ്മിപ്പിക്കുന്നതായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിൽ നിങ്ങൾ പറഞ്ഞതായിരിക്കാം, പള്ളികളിലോ അമ്പലങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും. അത് ചിലപ്പോൾ ചില തിരക്കുകൾ കാരണം നിങ്ങൾ വിട്ടുപോയിട്ടുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ഒരു ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതിനൊരു ഓർമ്മപ്പെടുത്തൽ, നിങ്ങൾക്കത് ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡ്. അടുത്ത ക്യൂൻ ഓഫ് വാൺസ് ആണ്. നിങ്ങൾ വളരെയധികം ധൈര്യത്തോടു കൂടിയും കോൺഫിഡൻ്റ് ആയിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ഉത്സാഹത്തോടു കൂടി ചെയ്യുന്നതായിട്ടും എൻജോയ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടും വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നു. അടുത്തുള്ള റീഡിങ്ങുകളിൽ കുറച്ചായിട്ട് ഈ ഒരു ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ഫോക്കസ്ഡ് ആവുന്നു എന്നുള്ളതാണ്. ഒരു ഫോക്കസ് നിങ്ങളിലേക്ക് വരുന്നു. എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും തീരുമാനിക്കാനും മറ്റുള്ളവരെ നയിക്കാനും
ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യാനും നിങ്ങൾ ഓവർ ഹീറ്റഡ് ആവുന്നതായിട്ട് ആ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിരിക്കുക, കൂടുതലായിട്ട് വെള്ളം കുടിച്ച് ആ ഒരു ഇമോഷണൽ ബാലൻസ് വരുത്തുക എന്നുള്ളത് കൂടി ഇവിടെ പറയാനുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ദാഹം തോന്നുന്നൊരവസ്ഥയും ദേഷ്യം വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തത് 5 ഓഫ് വാണ്ട്സ് ആണ്. 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ടെൻഷൻ നിങ്ങളിൽ ഉണ്ടാവാൻ, മാനസിക സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻറ്റേർണൽ ആൻഡ് ഔട്ടർ, അതായത് ഇന്നർ ആൻഡ് ഔട്ടർ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, രണ്ട് തരത്തിലും നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികൾ തന്നെ, അതായത് നിങ്ങളുടെ ചുറ്റിലുള്ള, നിങ്ങൾ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള, ഇഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ്, ഡിസഗ്രിമെൻ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടും ടെൻഷൻ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഒരു കോമ്പറ്റീഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഒരു ശത്രുത നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ്, ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങളെ വിഷമിക്കുന്ന കാര്യം ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അറിയുന്നവരും വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നിങ്ങൾക്കെതിരെ തിരിയുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ആ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും മറ്റുള്ളവരുടെ ഇടപെടലുകൾ മൂലം നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാവാനുള്ള ചാൻസും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, അതിൽ ഇടപെടാൻ നിൽക്കാതെ മറ്റുള്ളവരുടെ നിന്നും ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ ഇടപെടലുകൾ വരുന്ന സമയത്ത് നിങ്ങൾ കൂടി ഒന്ന് അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഡിസഗ്രിമെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ നിന്ന് മെല്ലെ ഒന്ന് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ മറികടക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ, എങ്കിലാണ് നിങ്ങൾക്ക് അടുത്തത് 6 എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിജയമാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പേ നിങ്ങളുടെ 4 എന്നൊരവസ്ഥ, അതായത് 4 ഓഫ് വാണ്ട്സിൽ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ് കിട്ടിയ ഒരവസ്ഥയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കോമ്പറ്റീഷൻ, ചുറ്റുകൊണ്ടിരുന്നൊരു കോമ്പറ്റീഷൻ വന്നതും. ഇനി അടുത്ത ലെവൽ എന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയമാണ്, നിങ്ങളെ അംഗീകരിക്കാൻ പോകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്, ഡോണ്ട് ഗിവ് അപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, ഇതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള രീതിയിൽ അതിനെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. അതാണ് 5 ഓഫ് വാണ്ട്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അടുത്ത 10 ഓഫ് കപ്സ് ആണ്. ഇവിടെ നിങ്ങളിലേക്കൊരു ഡിവൈൻ ആയിട്ടുള്ളൊരു ലവ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പാർട്ട്ണറെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ഒത്തുകൂടാനും ഫാമിലിയെ പോലുള്ള വ്യക്തികൾ, ചിലപ്പോൾ ജോലി സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വ്യക്തികളുണ്ടാവും അല്ലേ, ചിലപ്പോൾ ഒരുമിച്ച് ഒരു കുടുംബത്തിലല്ലെങ്കിൽ ഒരു കുടുംബം പോലെ കഴിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടുന്നതായിട്ടും, ചിലപ്പോൾ പുറത്തു പോയി ഫുഡ് കഴിക്കുന്നതായിരിക്കാം, ഒരുമിച്ച് സിനിമക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഒരു കോഫി കുടിക്കാൻ പോകുന്നതോ ഒരുമിച്ചിരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നതോ തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. കുട്ടികളുമായിട്ട് ഒരുമിച്ച് പോകുന്ന തരത്തിലുള്ള എനർജിയും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള സുഹൃത്തുക്കളുമായിട്ട് ഒരുമിച്ച് ഐക്യത്തോടു കൂടി പോകുന്നതായിരിക്കാം, എൻജോയ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ ഒരു ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നതോ തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും, ഒരു പാർക്ക് പോകുന്നതായിരിക്കാം, ബീച്ചിൽ പോകുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഒരു അലൈൻമെൻറ്റ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, സ്പിരിച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട്, ഇന്നർ സെൽഫുമായിട്ട് ഒരു അലൈൻമെൻറ്റ് വരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നറായിട്ട് വളരെയധികം ഹാപ്പി ആയിട്ട് ഒരു ഇന്നർ ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നതും, എല്ലാത്തിലും ഒരു സന്തോഷവും ഒരു സംതൃപ്തിയും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ടും, ഒരു ഫുൾഫിൽമെൻറ്റ് വരുന്നതായിട്ടും, നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ടും, ഒരു ഡ്രീം കം ട്രൂ ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ടും അതിൽ നിങ്ങൾ സന്തോഷിക്കുന്നതായിട്ടുള്ള ഒരു എനർജി, മറ്റുള്ളവർക്ക് അതിന് ട്രീറ്റ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. ഓക്കെ, അതുപോലെ ടോട്ടലി നിങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നല്ല സഹകരണ മനോഭാവത്തോടു കൂടി മുന്നോട്ടേക്ക് പോകാനും കഴിയുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതാണ് 10 ഓഫ് കപ്സിൻ്റെ എനർജി. ഓക്കെ, അടുത്തത് ഡെത്ത് കാർഡാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ചൊന്ന് കെയർ ചെയ്യാനുള്ള കാര്യമുണ്ട്. ഇതിൽ പറയുന്നത് ഒരു സൈക്കിൾ എൻഡായിട്ട് പുതിയ തുടങ്ങുന്നു എന്നാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്, പുതിയ ബിഗിനിങ് ആണ്. നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറ്റുന്നു എന്നുള്ളതാണ് ഡെത്ത് ആൻഡ് റീബർത്ത് കൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ടോട്ടലി ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്നു. സ്പിരിച്വലി ആണെങ്കിൽ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നു. ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നുണ്ടായുള്ള സ്ട്രഗിളൊക്കെ മാറി ഒരു റീബർത്താണ് വരുന്നത്. ഇവിടെയും അത് തന്നെയാണ് വരുന്നത്. ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജാണ്, എൻഡ് ഓഫ് എ സൈക്കിൾ കൂടിയാണ് ഇത്. ഒരു ലിബറേഷൻ, മാറ്റം, പരിവർത്തനം, ഇതൊക്കെയാണ് പുതിയ തുടക്കം, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മരണ വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാനും ഒരു അപകടങ്ങൾക്കൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വണ്ടി എടുത്ത് പോകുമ്പോഴൊക്കെ സ്പീഡ് കുറച്ച് പോവുക, ശ്രദ്ധിച്ചു പോവുക. അതുപോലെ തന്നെ നടന്നു പോകുമ്പോഴായാലും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. യാത്ര ചെയ്യുമ്പോഴൊക്കെ ബസ്സിൽ കയറുമ്പോഴായാലും ഇറങ്ങുമ്പോഴായാലും വണ്ടിയിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ നിങ്ങളൊന്ന് ഒരു ശ്രദ്ധ എപ്പോഴും വേണം എന്നുള്ളതാണ്. കാരണം ഒരു സൈക്കിളിൻ്റെ എൻഡാണ് വരുന്നത്. അതുകൊണ്ട് കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ വേണ്ടാത്ത, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ പഴയ നിങ്ങളിൽ വേണ്ടാത്തതായിട്ടുള്ള കാര്യം മാറിയിട്ട് പുതിയത് വരുന്നതും ആയിരിക്കും കേട്ടോ. ഒരു പുതിയൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കരിയറിലൊരു മാറ്റം വരുന്നതായിട്ടും ഒക്കെ ഇവിടെ ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഓക്കെ. നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ടും ആണ് കാണുന്നത്. ആരോഗ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം വരുന്നതായിട്ടാണ് ആരോഗ്യപരമായിട്ട്. കാരണം നിങ്ങളിൽ ഇതുവരെ ഒരു അസുഖം പോലെയുള്ള ഇതൊക്കെ മാറിയിട്ട് നല്ലൊരു സ്റ്റേറ്റ്, പുതിയൊരു ഇതിലേക്ക് നിങ്ങൾ വരുന്നു, പുതിയൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടൊക്കെ. അതാണ് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡ് പറയുന്നത്. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് അപകടങ്ങൾ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് 2 ഓഫ് സോർഡ്സ് ആണ്. ഇവിടെ നിങ്ങൾ ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷമിക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം നിങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ ഓപ്പൺ അപ്പ് ആവുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കണ്ണും കൈയും എല്ലാം നിങ്ങൾ ഡെഡ് ലോക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഓപ്പൺ ആവാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. എല്ലാത്തിലും ഒരു ഓപ്പൺ യുവർ സെൽഫ് എന്നാണ് പറയുന്നത്. എങ്കിൽ മാത്രമാണ് നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെ നിങ്ങൾക്ക് കാണാനും സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കണ്ണിൻ്റെ കെട്ടഴിക്കുക, ക്രോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ലോക്കം കഴിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഹൃദ്യമായിട്ടുള്ള, അതായത് നിങ്ങളുടെ ഹാർട്ടിന് വേണ്ടതായിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള, നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരികയും നിങ്ങൾക്കതിനെ സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. പല കാര്യങ്ങളെയും നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളെല്ലാം പല കാരണങ്ങളും പറഞ്ഞ് നിങ്ങൾ സ്വയം അവോയ്ഡ് ചെയ്ത്, പല കാരണങ്ങളും പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് മാറ്റുക, ആ എനർജി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഹാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആക്കുക, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. അടുത്തത് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ടും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും ഒരു ഉത്സാഹത്തോടു കൂടിയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു യാത്ര ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് സാഹസികമായിട്ടുള്ള യാത്രയായിരിക്കും. നിങ്ങൾക്കൊന്നിനെയും പേടിയില്ല, ഭയമില്ല, എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു പോരാളിനെ പോലെ അത്രയും നല്ല ഉഷാറിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പാഷനേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിട്ടും ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ എനർജി ഒന്ന് കൂടുതലായിരിക്കും, അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ദേഷ്യം കൂടാനുള്ള സാധ്യതയുണ്ട്, അതും ശ്രദ്ധിക്കുക. ഇവിടെയും നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അത് പറഞ്ഞു, ഒരു ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു. ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ചാൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏഞ്ചൽസ് കാർഡ്സ് നമുക്ക് നോക്കാം, എന്താണ് വരുന്നത്, ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഏഞ്ചൽസിന് എന്താണ് പറയാനുള്ളത്? നോക്കാം. ഇതിൻ്റെ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. നിങ്ങൾ എന്തെങ്കിലും കാര്യം മനസ്സിൽ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
എന്താണോ വിചാരിക്കുന്നത് അത് അടുത്ത് തന്നെ, അതായത് അടുത്ത കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങുക. ഇവിടെ ഒരു ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതാണെങ്കിലും നിങ്ങൾ ഏഞ്ചൽസിനോട് എന്താണോ ചോദിച്ചിട്ടുള്ളത് അതിലൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ എന്നാണ് പറയുന്നത്. ഇംപ്രൂവിങ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ അത് തന്നെയാണ് പറഞ്ഞത്. ഡെത്ത് കാർഡിൽ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നു. ഇവിടെയും നിങ്ങൾക്കൊരു അവേക്കനിങ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് വരുന്നത് എന്നുള്ളതാണ്. ഫോർഗീവ്നെസ് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഫോർഗീവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, ഇവിടെയും ഫോർഗീവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം മാത്രം സ്വീകരിക്കുക. വേണ്ടാത്തതൊന്നും ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്ത് ചെയ്യുക, യൂണിവേഴ്സിലേക്ക് വിട്ടു കൊടുക്കുക. നല്ല എനർജി മാത്രം സ്വീകരിക്കുക. വേണ്ടാത്തതിനെ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുക, മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ റൊമാൻസ് ഉള്ളവർക്ക്, പാർട്ട്ണർഷിപ്പിലുള്ളവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ റൊമാൻസ് ഈ ഒരു സമയം പൗസ് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ പാർട്ട്ണറെ മനസ്സിൽ വിചാരിച്ച് ചോദിക്കുക എന്നുള്ളതാണ്. Pay attention to the red flags. Okay, the signs are cautioning you. ഒരു ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ള ആവശ്യമുണ്ട്. റെഡ് ഫ്ലാഗ്സിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു സ്റ്റോപ്പ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും വേണ്ടാത്തതായിട്ടുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു റെഡ് ഫ്ലാഗ് എന്ന രീതിയിൽ നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വേണ്ടാത്ത തരത്തിലുള്ളൊരു റിലേഷൻ ആണെങ്കിൽ. ഓക്കെ, വർത്ത് വെയിറ്റിംഗ് ഫോർ. ഓക്കെ, ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. അതുകൊണ്ട് നിങ്ങളെന്താണ് ആ ഒരു സമയത്ത് നിങ്ങൾ ഡിവൈൻ ടൈമിംഗ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ലവ് ലൈഫിൽ വർത്താണ് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ടൈമിങ്ങിനെ വിശ്വസിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അത് ഡിവൈൻ ടൈമിംഗ് ആണ്. യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് ഒരു ടൈമിൽ വെച്ചിട്ടാണ് ഉള്ളത് കാര്യങ്ങൾ. ഓക്കെ, സോൾമേറ്റ്. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും സോൾമേറ്റ് ആയിട്ട് വിചാരിക്കരുത്. അതിലുള്ള റീഡിങ് വേണമെങ്കിൽ എടുക്കുക, ഗൈഡൻസ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ഒരു സോൾമേറ്റ് എന്നാണ് ഇവിടെ കണക്ഷൻ പറയുന്നത്. ഓക്കെ, make the effort. Great love is worth taking the steps you are guided to take. ഓക്കെ, ഒരു എഫേർട്ട് നിങ്ങളോട് എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ തന്നെ എടുക്കണം. അത് ഗൈഡ് ചെയ്തിട്ടുള്ള സ്റ്റെപ്പാണ്, ഗൈഡഡ് സ്റ്റെപ്പാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ, മുന്നോട്ടേക്ക് ഒരു എഫേർട്ട് എടുക്കാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലെല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് വരട്ടെ. അതുപോലെ നിങ്ങൾ എല്ലാത്തിനെയും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ഇതിന് ഗൈഡൻസ് എടുക്കുന്നത് തന്നെ നല്ല രീതിയിൽ ആ ഒരു എനർജി നിങ്ങളിൽ നിന്ന് ചേഞ്ചായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനാണ്. അതുകൊണ്ട് എല്ലാത്തിലും ഒരു ശ്രദ്ധ കൊടുക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. അപ്പോൾ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.